ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മസിനഗുഡി വഴി ഊട്ടിയിൽ പോകുന്നവർ കാണാൻ ആഗ്രഹിക്കുന്ന വളരെ മനോഹരമായ ഒരു സ്ഥലം മുതുമല ടൈഗർ റിസർവ്. ഇവിടെ എന്തൊക്കെ കാണാൻ പറ്റും? നിങ്ങൾ പല വീഡിയോകളിലും പല കാഴ്ചകളെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാകാം. ആനയും കാട്ടുപോത്തും പുലിയും മാനും ഇങ്ങനെ പലതും കാണാൻ ആഗ്രഹിച്ച് പോകുന്നവർക്ക് എന്തൊക്കെ അവിടെ കാണാൻ പറ്റും? നിങ്ങൾ കേട്ടതെല്ലാം ശരിയാണോ? നിങ്ങൾ എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ട് പോകണം മുതലായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. നിങ്ങൾ ഒരുപാട് വീഡിയോകൾ കേട്ട് വളരെ ആകർഷണമായ വിവരണങ്ങളെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം അതുപോലെ കാണണം എന്നില്ല. അതുകൊണ്ട് വളരെ കൃത്യമായ ഒരു വിവരണം ഞാൻ തരാൻ ശ്രമിക്കുന്നു. നിരവധി തവണ ഈ വഴിയിലൂടെ യാത്ര ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് അവിടുത്തെ കാഴ്ചകളെക്കുറിച്ച് നല്ല ഒരു ധാരണയുണ്ട്. പല വീഡിയോകളിലും പറയുന്ന കാര്യങ്ങൾ സത്യമല്ല. നിങ്ങൾ ഗൂഡല്ലൂർ വന്ന് അവിടെ നിന്ന് മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുമ്പോൾ ആദ്യം വരുന്നത് ഗൂഡല്ലൂരിൽ നിന്ന് മുതുമല ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള വനമേഖലയിലേക്കാണ്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഗൂഡല്ലൂർ വഴി ഊട്ടിയിൽ പോകുന്നവർക്ക് കാണാൻ പറ്റിയൊരു സ്ഥലം ദേവാല. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. കോടമഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുന്ന നല്ലൊരു അനുഭവം കാണാൻ പറ്റുന്ന ദേവാല ഹട്ടിയെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ. അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് കാണാത്തവർ അത് പോയി കാണുക. നമ്മൾ ഗൂഡല്ലൂരിലേക്ക് വരുമ്പോൾ നാടുവാണി ചുരം കയറിയിട്ട് വരുമ്പോൾ ഗൂഡല്ലൂരിൽ എത്തുന്ന സമയത്ത് ജംഗ്ഷനിൽ നിന്ന് ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞാണ് പോകേണ്ടത്. ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റോഡ് രണ്ട് ഭാഗത്തേക്കായിട്ട് തിരിയുന്നത് കാണാം. ഒന്ന് ഇടതുഭാഗത്തേക്കും ഒന്ന് വലതുഭാഗത്തേക്കും. ഇടതുഭാഗത്തേക്കുള്ള റോഡ് പോകുന്നത് ദേവർഷോല അതുവഴി സുൽത്താൻ ബത്തേരി വയനാട്ടിലേക്കൊക്കെ പോകുന്ന റോഡാണ്. നിങ്ങൾക്ക് പോകേണ്ടത് വലതുഭാഗത്തേക്ക് തിരിഞ്ഞിട്ടാണ്. വലതുഭാഗത്ത് തിരിഞ്ഞ ഉടനെ തന്നെ ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡ് കാണാം. ആ റൂട്ടിലൂടെ നേരെ പോയി കഴിഞ്ഞാലാണ് മുതുമല ടൈഗർ റിസർവിലേക്ക് എത്തുന്നത്. നമ്മൾ പല വീഡിയോകളിലും കേട്ടിട്ടുണ്ടാവും, ചെക്ക് പോസ്റ്റ് അടച്ചിട്ടുണ്ടാകും. അതിരാവിലെ തന്നെ അവിടെ എത്തണം. ചെക്ക് പോസ്റ്റ് തുറക്കുന്ന സമയത്ത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെക്ക് പോസ്റ്റ് തുറന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രാവിലെ മറ്റു വാഹനങ്ങളൊക്കെ പോകുന്നതിന് മുമ്പായതുകൊണ്ട് റോട്ടിൻ്റെ സൈഡിലും നിറയെ കാഴ്ചകൾ കാണാൻ പറ്റും. വളരെയധികം മൃഗങ്ങളെ കാണാൻ പറ്റുമെന്നൊക്കെ കേട്ടിട്ടുണ്ടാകാം. ഇതൊന്നും പൂർണ്ണമായിട്ട് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അങ്ങനൊരു യാത്രക്ക് പുറപ്പെടരുത്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ വഴിയിലൂടെ യാത്ര ചെയ്തതാണ്. ചെക്ക് പോസ്റ്റ് തുറക്കുന്ന സമയത്ത് ആദ്യത്തെ വാഹനമായിട്ട് തന്നെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യ വാഹനം എന്ന നിലക്ക് ധൃതിപ്പെട്ടിട്ട് ആ റോഡിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അമിതമായിട്ട് കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. ആ ഭാഗത്ത് കാണാൻ പറ്റുന്നത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഈ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ കവാടം കടന്നാണ് മുന്നോട്ട് പോകേണ്ടത്. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ധൃതിപ്പെട്ടിട്ട് പോകുകയൊന്നും വേണ്ട. നിങ്ങൾ സാവധാനം ഓടിച്ചു തന്നെ പോവുക. അധികം കാഴ്ചകൾ ഉണ്ടാകുന്നത് കുറച്ച് മുന്നോട്ട് അവിടെ നിന്ന് പോയി കഴിഞ്ഞാലാണ് തുടങ്ങുന്നത്. വനത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ വലതുഭാഗത്തേക്ക് നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടുന്ന ആവശ്യം ഇല്ല. അതുകൊണ്ട് നിങ്ങളുടെ നോട്ടം എപ്പോഴും ഇടതുഭാഗത്തേക്ക് കേന്ദ്രീകരിച്ച് പോകുന്നതായിരിക്കും നല്ലത്. ഇടതുഭാഗത്തേക്കാകുമ്പോൾ ആ ഒരു ഭാഗത്താണ് അധികവും കാട്ടാന നിൽക്കുന്നത് കാണാം. ഇതേപോലെ കാട്ടുപോത്തുകൾ ഇത് എപ്പോഴും ഉണ്ടാകും. നിങ്ങളുടെ ഭാഗ്യമനുസരിച്ച് ഒരുപാട് കാട്ടുപോത്തുകൾ നിറഞ്ഞതൊന്നും കാണില്ല. അത് അപൂർവമായിട്ട് കാണുന്നത്. ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് കാട്ടുപോത്തിനെ കാണാം. ഇതുപോലെ ഈ ഭാഗത്ത് ഇടയ്ക്കൊക്കെ കാട്ടുപോത്ത് ഉണ്ടാവാറുണ്ട്. ഈ ഒരു കാഴ്ച കാണാം. അതിൻ്റെ അടുത്ത് നിർത്താതെ അതിനെ വയലൻ്റ് ആക്കാതെ ശ്രദ്ധിക്കുക. കാട്ടാനയും ഈ ഒരു ഇടതുഭാഗത്ത് തന്നെയാണ് അധികമായിട്ടും നിലയുറപ്പിക്കുക. വലതുഭാഗത്ത് ഉണ്ടാവാറുണ്ട്, വളരെ അപൂർവമാണ്. മാനുകളെ കാണാനാണെങ്കിൽ അത് നിങ്ങൾക്ക് ധാരാളമായിട്ട് കാണാൻ പറ്റും. അതും ഇടതുഭാഗത്തേക്ക് തന്നെയാണ് ശ്രദ്ധിച്ചു പോകേണ്ടത്. നമ്മൾ റോഡിൻ്റെ ഇടതുവശം ചേർന്ന് പോകുന്നത് കൊണ്ട് എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാനും നല്ലത് അതുതന്നെയാണ്. മാൻ അധികമായിട്ട് കാണപ്പെടുന്നുണ്ടാകും. അത് നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് കാണാൻ. മറ്റു മൃഗങ്ങളെ വളരെ കുറവായിരിക്കും കാണാനായിട്ട്. അവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് വലതുഭാഗത്തേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ ആനകൾ നിൽക്കുന്നത് കാണാം. അത് മുതുമല ആന സങ്കേതത്തിൻ്റെ ഭാഗമാണ്. തേപ്പക്കാട് എലഫൻറ്റ് ക്യാമ്പ് എന്ന് പറയും. അത് മുതുമല ആന ക്യാമ്പ് എന്നൊക്കെ പലരും പറയാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആനകൾ അവിടെ കുളിക്കാനും അതേപോലെ നൈറ്റ് പട്രോളിങ്ങിനൊക്കെ ഇറങ്ങിയിട്ടുള്ള ആനകൾ അതിലൂടെ നടക്കുന്നത് കാണാം. ഫോറസ്റ്റുകാർ ആനയെ കൊണ്ടുപോകുന്നത് കാണാം. അതുപോലെ ആനകൾ അവിടെ കുളിക്കുന്നതും അവിടെ നിൽക്കുന്നതും എല്ലാം കാണാൻ സാധിക്കും. അത് വലതുഭാഗത്തേക്കാണ്. തേപ്പക്കാട് ജംഗ്ഷനിൽ എത്തുന്നതിന് തൊട്ടു മുമ്പായിട്ടാണുള്ളത്. തേപ്പക്കാട് ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയാണ് നിങ്ങൾക്ക് ആനസങ്കേതം കാണേണ്ടവർക്ക്, ആനകളെ പോയി കാണേണ്ടവർക്ക് ടൈം ലിമിറ്റ് ഉണ്ട്. ആ ഒരു സമയത്ത് ടിക്കറ്റ് എടുത്തുകൊണ്ട് പോയിട്ട് കാണാം. അതിനെക്കുറിച്ചിട്ട് മറ്റൊരു വീഡിയോ ഞാൻ തയ്യാറാക്കാം.
ഈ ഒരു ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ബോർഡ് കാണാം. ഇവിടുന്ന് വലതു ഭാഗത്തേക്കാണ് മസിനഗുഡി പോകുന്നത്. മസിനഗുഡി വഴി ഊട്ടിയിലേക്കെല്ലാം പോകുന്നത്. ഗുണ്ടൽപേട്ടിലേക്കും ബന്ദിപ്പൂർ വനത്തിലേക്കുമൊക്കെ നേരെയാണ് പോകേണ്ടത്. ബന്ദിപ്പൂർ പോകാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ നിന്ന് നേരെ പോവുക. ബന്ദിപ്പൂർ പോയി കഴിഞ്ഞാൽ ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തിൽ പോകാം. അവിടെ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് ഗുണ്ടൽപേട്ട് പോകാം. അല്ലാത്തവർക്ക് ബന്ദിപ്പൂർ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നിട്ട് മസിനഗുഡിയിലേക്ക് പോകാം. അതല്ലാതെ നേരിട്ട് നിങ്ങൾക്ക് മസിനഗുഡിയിലേക്ക് പോകാൻ വലത്തോട്ട് തിരിഞ്ഞിട്ടാണ് പോകേണ്ടത്. ഈ റൂട്ടിലേക്ക് തിരിഞ്ഞാൽ തന്നെയാണ് ആനസങ്കേതത്തിലേക്കുള്ള വഴിയും. ഈ വഴിയിലും നിറയെ കാഴ്ചകൾ കാണാം. ഇവിടെ മാൻകൂട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. ഇതുവരെ നിങ്ങൾ വന്ന വഴിയിൽ കണ്ടതിനേക്കാൾ കൂടുതൽ മാൻകൂട്ടങ്ങൾ ഉണ്ടായിരിക്കാം. കുറച്ച് സമയം അവിടെ ചെലവഴിച്ചു കഴിഞ്ഞാൽ നല്ല മാനുകൾ അടുത്തേക്ക് വരുന്നതും അവിടെ നിരന്ന് നടക്കുന്നതൊക്കെ കാണാം. ഇവിടെ കുരങ്ങന്മാർ വല്ലാതെ ഉണ്ട്. അത് നിങ്ങളെ ശല്യപ്പെടുത്തുന്നുണ്ടോ, നിങ്ങളുടെ മൊബൈലും ബാഗുമൊക്കെ പിടിച്ചു വലിക്കുന്നുണ്ടോ, വാഹനത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. കുരങ്ങന്മാർ നന്നായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ തന്നെ നിങ്ങൾക്ക് റെസ്റ്റ് റൂം, ഭക്ഷണത്തിനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞു പോകേണ്ടവർക്ക് ഇവിടെ നിർത്തി അല്പസമയം വിശ്രമിച്ചിട്ട് പോകാം. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നിന്ന് കാണേണ്ടത് എന്ന് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഈ യാത്ര പുറപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു അനുഭവമായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.